സുഭാഷ് ചന്ദ്രബോസ് കാരണം തന്റെ വലതുമുല മുറിച്ചു മാറ്റേണ്ടി വന്ന ഒരു ഇന്ത്യൻ വനിത. മുലമുറിച്ച് ചോര ചിന്തിയപ്പോഴും ഇന്ത്യൻ സ്വാതന്ത്ര്യം സ്വപ്നം കണ്ട അവളുടെ പേരാണ് നീര ആര്യ. ഹിസ്റ്റോറീസിൽ ഇന്നത്തെ കഥ ഈ വനിതയുടേതാണ്. ചരിത്രത്തിൽ മുലമുറിച്ചതായി പറയപ്പെടുന്ന രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളാണ് നിലവിലുള്ളത്. ജന്മിവാഴ്ചയിൽ സ്ത്രീകൾ നൽകേണ്ടി വന്ന മുലക്കരത്തിൽ പ്രതിഷേധിച്ച് സ്വന്തം സ്ഥാനങ്ങൾ വെട്ടിമാറ്റിയ നങ്ങേലിയും ഇളങ്കോവടികൾ രചിച്ച തമിഴ് ഇതിഹാസ കാവ്യമായ ചിലപ്പതികാരത്തിലെ വീരനായിക കണ്ണകിയുമാണത്. ചരിത്രത്തിന്റെ ആധികാരികത ഒട്ടും സ്പർശിക്കാത്ത രണ്ട് സംഭവങ്ങൾ. എന്നാൽ നീര ആര്യയുടെ ജീവിതം അറിയാൻ ഒരുപാട് വർഷം പിന്നോട്ട് സഞ്ചരിക്കേണ്ടതില്ല. 1902 മാർച്ച് 5 ഉത്തർപ്രദേശിലെ ഗേഗ്ര നഗരിൽ പ്രശസ്തനായ ഒരു പ്രമുഖ വ്യവസായി സേത് ചജുമാലിന്റെ മകളായിട്ടാണ് നീര ആര്യയുടെ ജനനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കത്തി ജ്വലിക്കുമ്പോഴാണ് കുഞ്ഞു നീര വളരുന്നത്. കുട്ടിക്കാലം മുതൽ അവൾ ഒരു രാജ്യസ്നേഹിയായി മാറി. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രയായി ഉയർത്തെഴുന്നേൽക്കുന്ന ഇന്ത്യയുടെ പുലരിക്കായി രാജ്യസ്നേഹികളായ എല്ലാവരെയും പോലെ അവളും കാത്തിരുന്നു. അതുകൊണ്ട് തന്നെ സമരമുഖത്തെ പെൺമുഖമായി അവൾ മിക്ക സമരപ്പന്തലുകളിലും നിറസാന്നിധ്യവുമായി. സുന്ദരിയായ നീരയ്ക്ക് അപ്പോഴേക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ചാരവനിത എന്ന പരിവേഷം നൽകിയിരുന്നു. സ്വാതന്ത്ര്യ സമര രംഗത്ത് നീര നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് കൊൽക്കത്തയിൽ നീരയുടെ പിതാവിന്റെ ബിസിനസ് വളരുന്നതും. അദ്ദേഹത്തിന്റെ ബിസിനസ് രാജ്യത്തുടനീളം വ്യാപിച്ചുവെങ്കിലും കൊൽക്കത്ത കേന്ദ്രമായി അദ്ദേഹത്തിന്റെ ബിസിനസ് തഴച്ചു വളർന്നു. അന്തർദേശീയ യാത്രകളിൽ നീരയും അച്ഛനൊപ്പം പോയി. പഠനത്തിലും അവൾ മികവ് കാട്ടി. ബംഗാളി, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകൾ അവൾ സ്വായത്തമാക്കി. നീരയെ കേന്ദ്രീകരിച്ചായിരുന്നു സേത്തിന്റെ ജീവിതം. മകളൊരു സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെയും ഭാഗമാകാൻ ആ അച്ഛൻ ആഗ്രഹിച്ചതേയില്ല. അങ്ങനെ അദ്ദേഹം അവളെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീകാന്ത് ജയരഞ്ജൻ ദാസിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. നീരയിൽ നിന്നും വ്യത്യസ്തനായിരുന്നു അവളുടെ ജീവിത പങ്കാളി. വിവാഹിതയായെങ്കിലും നീരയും ഭർത്താവും അവരുടെ വ്യത്യസ്ത ആശയങ്ങൾ തുടർന്നു പോന്നു. നീര ബ്രിട്ടീഷുകാരോട് കലഹിച്ചപ്പോൾ അവളുടെ ഭർത്താവ് വിശ്വസ്തനായ ബ്രിട്ടീഷ് സേവകനായി തുടർന്നു. കൊൽക്കത്തയിലെ ഈ പെൺപുലിയെ കുറിച്ച് നേതാജിയും അറിഞ്ഞു. അവളുടെ ദേശീയ മനോഭാവം കാരണം വിവാഹത്തിന് ശേഷം നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാജ്യത്തിന്റെ സ്വതന്ത്ര പ്രസ്ഥാനത്തിനു വേണ്ടി സ്ഥാപിച്ച ആസാദ് ഹിന്ദ് ഫൗജിന്റെ കീഴിലുള്ള ജാൻസി റെജിമെന്റിൽ ചേരാൻ അവളോട് ആവശ്യപ്പെട്ടു. സഹോദരൻ ബസന്തകുമാറും ആസാദ് ഹിന്ദ് ഫൗജിൽ പ്രവർത്തിച്ചിരുന്ന കാലമാണ്. അതേസമയം നീരയുടെ ഭർത്താവ് ജയരഞ്ജൻ ദാസിനെ സുഭാഷ് ചന്ദ്രബോസിനെതിരെയുള്ള ആയുധമാക്കി മൂർച്ച കൂട്ടുകയായിരുന്നു ബ്രിട്ടീഷുകാർ. മറുവശത്ത് നീര ആസാദ് ഹിന്ദ് ഫൗജിനെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിനെയും എന്തു വില കൊടുത്തും രക്ഷിക്കുമെന്നും പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ ഒരു ദിവസം ജയരഞ്ജൻ ദാസ് സുഭാഷ് ചന്ദ്രബോസിന് നേരെ വെടിയുതിർത്തു. വെടിയുണ്ട നേതാജിയുടെ ഡ്രൈവർക്ക് കൊള്ളുകയും നേതാജി മരണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തു. നേതാജിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച ഭർത്താവിന്റെ നെഞ്ചിലേക്ക് കഠാര ഇറക്കിയാണ് ആ ദേശസ്നേഹി പ്രതികാരം ചെയ്തത്. ബ്രിട്ടീഷ് സേവകനായ ഭർത്താവിനെ കൊന്നതിന് അവളെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തു. ഭർത്താവിനെ കൊന്ന് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട അവളുടെ വിചാരണ നടന്നത് ചെങ്കോട്ടയിൽ വെച്ചാണ്. വിചാരണയ്ക്ക് ശേഷം നീരയെ ആൻഡമാനിലേക്ക് ആജീവനാന്ത തടവിനായി അയച്ചു. കൊടിയ പീഡനങ്ങളാണ് കാലാപാനി ജയിലിൽ അവളെ കാത്തുനിന്നത്. എല്ലാ ദിവസവും ജയിലിന്റെ ഇരുട്ടറയിൽ അവൾ വേട്ടയാടപ്പെട്ടു. തന്റെ ദേഹത്ത് തൊടുന്ന വെള്ളപ്പരിശകളെ അവൾ പ്രതിരോധിച്ചു. ഒടുവിൽ അവളുടെ കഴുത്തിലും കയ്യിലും കാലുകളിലും കട്ടിയുള്ള ഇരുമ്പ് ചങ്ങലകൾ ബന്ധിച്ചു. കൊടും തണുപ്പിൽ കമ്പിളിയില്ലാതെ അവൾ വെറും നിലത്തുറങ്ങി. പീഡനങ്ങളിൽ ശരീരം നോവുമ്പോഴും ഇന്ത്യയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളെ കുറിച്ചോർത്ത് അവൾ സമാധാനിച്ചു. ഇന്ത്യ സ്വതന്ത്രയാകുന്ന നാളുകൾക്കായി അവൾ സ്വപ്നം കണ്ടു. ഒരു ദിവസം പെട്ടെന്നാണ് ഒരു മനുഷ്യൻ അവളുടെ ജയിലറയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചത്. അയാൾ അവളുടെ കൈ ബന്ധിച്ച ചങ്ങലകൾ മുറിക്കാൻ തുടങ്ങി. അവളുടെ മാംസം കലർന്ന ആ ചങ്ങല അഴിച്ചെടുക്കുമ്പോൾ രക്തം വാർന്നൊഴുകി. കാലിലെ ചങ്ങല മുറിക്കാനായി അവളുടെ കാലിൽ ചുറ്റിക കൊണ്ട് അയാൾ ആഞ്ഞടിച്ചു. അവൾ ഉറക്കെ കരഞ്ഞു. പക്ഷേ അവളുടെ നിലവിളി പലരും ആസ്വദിക്കുകയായിരുന്നു. ഒരടിമയെ എന്തും ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞ ആ കൊല്ലന്റെ മുഖത്തേക്ക് അവൾ കാർക്കിച്ചു തുപ്പി. ഈ സംഭവങ്ങളെല്ലാം ദൂരെ നിന്ന് നോക്കി നിന്ന ജയിലർ അവളുടെ അരികിലേക്കെത്തി. നിലത്ത് വീണ് കിടക്കുന്ന അവളുടെ മുടി കുത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു, നേതാജി സുഭാഷ് ചന്ദ്രബോസ് എവിടെയാണ്? ഈ ഒരൊറ്റ ചോദ്യത്തിന് മറുപടി തന്നാൽ നിന്റെ എല്ലാ വേദനകളും ഉടൻ മാറും. ആ ജയിലറിന്റെ കണ്ണിൽ നോക്കി ഭയത്തിന്റെ ഒരു തരി പോലുമില്ലാതെ അവൾ മറുപടി പറഞ്ഞു, എന്റെ ഹൃദയത്തിലാണ്, എന്റെ മനസ്സിലാണ്. ഇത് കേട്ട് കോപാകുലനായ അയാൾ ഉറക്കെ ആജ്ഞാപിച്ചു, നേതാജി അവളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവനെ അവിടെ നിന്ന് ഉടനെ മാറ്റുക. പിന്നീട് അയാൾ അവളുടെ ശരീരത്തിലേക്ക് കൈകൾ അമർത്തി. അവൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാളുടെ കൈകൾ അപ്പോഴേക്കും അവളെ വിവസ്ത്രയാക്കിയിരുന്നു. ഒരു രാക്ഷസ ചിരിയോടെ അയാൾ കൊല്ലപ്പണിക്കാരനോട് അവളുടെ സ്ഥലങ്ങൾ മുറിച്ചു മാറ്റാൻ ആംഗ്യം കാണിച്ചു. പിന്നെ എല്ലാം നടന്നത് പെട്ടെന്നായിരുന്നു. ചവണയുമായി എത്തിയ അയാൾ അവളുടെ വലതുമുല അറുത്തുമാറ്റി. രക്തം വാർന്ന് നിലവിളിച്ച് കരഞ്ഞ അവളോട്, ഇനി കരഞ്ഞാൽ
മറ്റേ മുലയും അരിഞ്ഞു കളയുമെന്നും അയാൾ പറഞ്ഞു. വേദന സഹിച്ച് അവളുടെ നിലവിളി നേർത്ത് വന്നു. അപ്പോഴേക്കും ഹെലികോപ്റ്റർ അപകടത്തിൽ നേതാജി മരിച്ചിരുന്നു. ഒട്ടും വൈകാതെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ഉടമ്പടിയിൽ ബ്രിട്ടൻ ഒപ്പുവെച്ചു. സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ മിഴി തുറന്നു. ഒപ്പം കാലാപാനിയിൽ നിന്നും അവൾ മോചിക്കപ്പെട്ടു. പിന്നീടുള്ള നീരയുടെ ജീവിതം ഒരു പൂക്കാരിയുടേതായിരുന്നു. അവരുടെ ജീവിതകാലം മുഴുവൻ അവർ ഹൈദരാബാദിൽ പൂക്കൾ വിറ്റു നടന്നു. ഗവൺമെന്റിന്റെ ഒരു ആനുകൂല്യമോ പെൻഷനോ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. അവരുടെ കുടിൽ പോലും സർക്കാർ ഭൂമിയുടെ മുകളിലാണെന്ന് പറഞ്ഞ് തകർത്തു കളഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പലരെയും ചരിത്രം ഓർത്തെടുത്ത് പുസ്തകത്തിൽ നിറയ്ക്കുമ്പോൾ നീര ഒറ്റമുലയുമായി ഹൈദരാബാദിലെ തെരുവുകളിലൂടെ പൂക്കൂട ചുമന്ന് നടന്നു. കാലാപാനിയിൽ വെച്ച് തനിക്ക് നേരിടേണ്ടി വന്ന മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളെക്കുറിച്ച് അവർ തുറന്നെഴുതി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മിക്കവരും ഇന്ത്യൻ രാഷ്ട്രീയ കസേരകളിൽ സ്ഥാനമുറപ്പിച്ചപ്പോഴും ആരോടും പരിഭവം പറയാതെ ആ ദേശസ്നേഹി ഹൈദരാബാദിൽ കഴിഞ്ഞു. ഒടുവിൽ 1998 ജൂലൈ 26 ആ ത്യാഗോജ്വലമായ ജീവിത സമരത്തിന് തിരശീല വീണു. അറിയപ്പെടാതെ പോയ എത്രയോ നീര ആര്യമാരുടേത് കൂടിയാണ് നമ്മുടെ ചരിത്രം. ആ ചരിത്രം ഓർമ്മിപ്പിക്കേണ്ടത് സമകാലികതയുടെ ആവശ്യം കൂടിയാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ഹിസ്റ്റോറീസിൽ മറ്റൊരു കഥയായി വീണ്ടും വരാം.